യുഎസുമായി ചർച്ച പുനരാരംഭിക്കാൻ ഇറാൻ തിടുക്കം കാണിക്കുന്നില്ല എന്നും പന്ത് അമേരിക്കയുടെ കോർട്ടിലാണെന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചർച്ചയിൽ ന്യായമായ ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. യുഎസ് തെറ്റായ കണക്കുകൂട്ടലുകൾ നടത്തിയെന്നും ഇറാന് ന്യായമായി തോന്നുന്ന ഒരു കരാറിൽ അമേരിക്ക ധാരണയിൽ എത്തുന്നതുവരെ ഹോർമൂസ് കടലിടുക്കിലെ സ്ഥിതി മാറില്ലെന്നും ഇറാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കി. അടുത്തഘട്ട ചർച്ചകൾക്ക് സാധ്യമായ തീയതിയോ സ്ഥലമോ നിശ്ചയിച്ചിട്ടില്ല. ചർച്ചയിൽ നിരവധി ആവശ്യങ്ങൾ യുഎസ് മുന്നോട്ട് വെച്ചെന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണം പൂർണ്ണമായും അവസാനിപ്പിക്കുക, യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കുക എന്നിങ്ങനെയാണ് യുഎസ് മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ. ഇത് ഇറാൻ നിരസിക്കുകയായിരുന്നു. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിലും ധാരണയിലെത്താൻ കഴിഞ്ഞില്ല. യുദ്ധത്തിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് യുഎസുമായി മറ്റൊരു ചർച്ച നടത്താൻ ഇറാന് പദ്ധതിയില്ല. ചർച്ചയിൽ നിന്ന് പിന്മാറാൻ അമേരിക്കൻ സംഘം ഓരോ ഒഴിവുകഴിവ് തേടുകയാണ്. യുഎസ് പ്രതിനിധികൾ തങ്ങളുടെ ആവശ്യങ്ങളിൽ ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് പോലും തയ്യാറായില്ലെന്ന് യുദ്ധസമയത്ത് നേടിയെടുക്കാൻ കഴിയാത്തത് നയതന്ത്രത്തിലൂടെ നേടാൻ ശ്രമിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ ഒരു കരാറുമില്ലാതെ അവസാനിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ മുഖം രക്ഷിക്കാൻ അമേരിക്കയ്ക്ക് ചർച്ച ആവശ്യമായിരുന്നു. ഇറാനുമായുള്ള യുദ്ധത്തിൽ പരാജയവും സ്തംഭനാവസ്ഥയും ഉണ്ടായിട്ടും അവരുടെ ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറായില്ല. ഇന്നലെ പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടന്ന ഇറാൻ യുഎസ് വെടിനിർത്തൽ ചർച്ച ആദ്യഘട്ടത്തിൽ സമവായത്തിലെത്താതെ പിരിയുകയായിരുന്നു. ഇറാനുമായുള്ള ചർച്ചയിൽ ഇതുവരെ ധാരണയിൽ എത്തിയിട്ടില്ലെന്നും തങ്ങൾ മടങ്ങുകയാണെന്നും യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞു. മികച്ച ഓഫറാണ് മുന്നോട്ട് വെച്ചതെന്ന് ചർച്ചയിൽ യുഎസ് സംഘത്തെ നയിച്ച ജെ ഡി വാൻസ് കൂട്ടിച്ചേർത്തു. 21 മണിക്കൂറിനിടെ 5 റൗണ്ട് ചർച്ചകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നത്. ഓരോ ചർച്ചകൾക്കും പിന്നാലെ ഇരുപക്ഷവും തമ്മിൽ കുറിപ്പുകളുടെ കൈമാറ്റവും നടത്തി. ഞങ്ങൾ പ്രസിഡന്റുമായി നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ 21 മണിക്കൂറിനുള്ളിൽ എത്ര തവണ അദ്ദേഹവുമായി സംസാരിച്ചെന്ന് എനിക്കറിയില്ല. അരഡസണിലധികം തവണ സംസാരിച്ചു. ഞങ്ങൾ ടീമുമായി നിരന്തരം ആശയവിനിമയം നടത്തി. കാരണം ഞങ്ങൾ നല്ല വിശ്വാസത്തോടെയാണ് ചർച്ചകൾ നടത്തിയത്. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നു. വളരെ ലളിതമായ നിർദ്ദേശം മുന്നോട്ട് വെച്ചാണ് ഇവിടെ നിന്ന് പോകുന്നത്. അത് ഞങ്ങളുടെ അന്തിമവും മികച്ചതുമായ ഓഫറാണ്. ഇറാൻ സ്വീകരിച്ചോ എന്ന് നമുക്ക് നോക്കാം. ഇതായിരുന്നു വാൻസ് പറഞ്ഞത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഇറാനിൽ ഇസ്രായേലും യുഎസും സംയുക്തമായി ആക്രമണം ആരംഭിച്ചത്. ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെടുകയും ചെയ്തു. ഇതോടെ ഇറാൻ പശ്ചിമേഷ്യയിലെ യുഎസ് സൈനിക കേന്ദ്രങ്ങൾക്കും ആസ്തികൾക്കു നേരെയും ഇസ്രായേലിലേക്കും പ്രത്യാക്രമണം നടത്തുകയായിരുന്നു. തൊട്ടുപിന്നാലെ ഹിസ്ബുള്ളയുടെ പേരിൽ ലെബനനിലും ഇസ്രായേൽ വ്യാപക ആക്രമണം നടത്തി. മേഖലയിലെ തന്ത്രപ്രധാന ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 20% നടക്കുന്ന ഹോർമൂസ് അടച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണ പ്രതിസന്ധി രൂക്ഷമായി. ഇരുവിഭാഗവും ശക്തമായ ആക്രമണം നടത്തുന്നതിനിടെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് പാക് മധ്യസ്ഥതയിൽ യുദ്ധത്തിന് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും തുടർ ചർച്ചകൾ നിശ്ചയിക്കുകയും ചെയ്തത്. അതേസമയം ചർച്ച ഗൌനിക്കാതെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. ചർച്ചയും ധാരണയും യുഎസിനെ ബാധിക്കില്ലെന്നാണ് ട്രംപിന്റെ നിലപാട്. ഇറാന്റെ യുദ്ധത്തിന് പിന്തുണ നൽകിയാൽ ചൈനയ്ക്ക് അനന്തരഫലങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ചർച്ചകൾ പുരോഗമിക്കവേ ഹോർമൂസിൽ പടനീക്കം ആരംഭിച്ചതായി യുഎസ് അവകാശപ്പെട്ടു. 2 പടക്കപ്പലുകൾ ഹോർമൂസ് കടന്നെന്നാണ് യുഎസിന്റെ അവകാശവാദം. ഇറാൻ മൈനുകൾ നീക്കാൻ തുടങ്ങിയെന്നും വാദങ്ങളുണ്ട്. മൈനുകൾ സ്ഥാപിക്കുന്ന ബോട്ടുകൾ തകർത്തെന്നും യുഎസ് വ്യക്തമാക്കി. ഈ വാദങ്ങളെ ഇറാൻ സേന പാടെ തള്ളിക്കളയുകയും ചെയ്തു. യുഎസ് ഡിസ്ട്രോയർ ജലപാതയിലേക്ക് നീങ്ങിയെങ്കിലും 30 മിനിറ്റിനുള്ളിൽ കപ്പലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. പിന്നാലെ കപ്പൽ പിന്മാറിയെന്നാണ് ഇറാനിയൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.